കടൽഭിത്തിയിൽ തട്ടി അവിടെ കരയിലേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് റോഡിൽ നിന്നാൽ തൊട്ടടുത്ത് നിന്നാൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് കണ്ടെയ്നർ അടുത്തിട്ടുള്ള ദൃശ്യങ്ങൾ കാണാം. തിരയടിക്കുമ്പോൾ ആ കണ്ടെയ്നർ പൊട്ടി പൊളിഞ്ഞ് മുകളിലേക്ക് പൊങ്ങി വരാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മൾ അതിനകത്തെ വസ്തുക്കളുടെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതൊരു ടെക്സ്റ്റൈൽ കമ്പനിയുടെ കണ്ടെയ്നർ ആയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ തുണിത്തരങ്ങളായിരിക്കാം അതിനകത്ത് എന്നുള്ളൊരു സംശയം ആളുകൾക്കുണ്ട്. അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ കടൽക്ഷോഭത്തിൻ്റെ ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കെമിക്കലാണോ എന്നറിയില്ല. തീരത്തേക്ക് ചെറിയ രീതിയിലൊക്കെയുള്ളൊരു രാസപദാർത്ഥങ്ങൾ പോലെയുള്ള വസ്തുക്കൾ വന്ന് അടിഞ്ഞിട്ടുണ്ട്. അതെന്താണ് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ വേണ്ടി സാധിക്കില്ല. ഡിവൈഎസ്പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. ഒപ്പം തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ കണ്ടെയ്നർ വന്ന് അടുത്തത് കാണാൻ വേണ്ടി ആളുകളുമൊക്കെ കൂടുന്നുണ്ട്. അല്പസമയം മുമ്പ് വരെ ഇവിടെയായിരുന്നു, തീരത്തിനോട് അടുത്തായിരുന്നു ആളുകൾ നിന്നിരുന്നത്. പിന്നീട് എന്താണ് ആ കണ്ടെയ്നറിനുള്ളിലുള്ളത് എന്ന് നമുക്കറിയാത്തത് കൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെത്തി അവരെ സ്ഥലത്ത് നിന്ന് മാറ്റുകയാണ് ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് എൻ സജീവ് എന്നോടൊപ്പം ചേരുന്നുണ്ട്. സഖാവേ, നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? നിലവിലിപ്പോൾ കളക്ട്രേറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള നിർദ്ദേശം 200 മീറ്റർ, ഇതടിഞ്ഞ പ്രദേശത്ത് നിന്ന് 200 മീറ്റർ ദൂരെ മാറി മാത്രമേ ജനങ്ങൾ നിൽക്കാവൂ എന്നിട്ടുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. കാരണം ഈ സ്പെസിഫിക്കായിട്ട് എന്താണെന്നുള്ളത് ഇതുവരെ കൺഫേം ആയിട്ടില്ല. പിന്നെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ പൊട്ടിക്കിടക്കുന്ന ഈ പാക്കറ്റുകൾ ചെറിയ പീസുകൾ ഇങ്ങനെ തെക്കോട്ട് ഒഴുകുന്നുണ്ട്. ഇപ്പോൾ ഈ വേലിയേറ്റത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഇതിങ്ങനെ ഒഴുകി ഹാർബറിൽ ചെന്നിട്ട് നേരെ കായലിലോട്ടാണ് കയറുന്നത്. അപ്പോൾ കായലിലാകെ ഇതിൻ്റെ ചെറിയ പീസുകളും ഈ ചെറിയ പാക്കറ്റുകളൊക്കെ പരക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എന്തുവാണെന്നറിയാൻ വയ്യാത്ത ഒരു ഭയം അത് ജനങ്ങളിലാകെ ഉണ്ട്. അതുകൊണ്ടാണ് മിക്കവാറും എല്ലാ പ്രദേശത്തുമുള്ള ഈ വീടുകളൊക്കെ കിഴക്കാ കൂടുതൽ അവരെല്ലാം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. തൊഴിലാളികളായതുകൊണ്ട് ഉപജീവനത്തിൻ്റെ ഒരു ആശങ്ക കൂടിയുണ്ട്. ഉപജീവനത്തിൻ്റെ പ്രശ്നമുണ്ട്. കാരണം ഇത് കാരണം ഇനി കടലിലോട്ട് പോകാൻ നോക്കും എന്നൊക്കെയുള്ള ഒരു ഭയമുണ്ട്. ഇന്നിപ്പോൾ കടലായതുകൊണ്ട് ആരും പോയിട്ടില്ല. അതുപോലെ ഈ സംഭവം ഉണ്ടായതിനെ തുടർന്നും ആരും പോയിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സാധനങ്ങൾ റിമൂവ് ചെയ്യണം. നമ്മളിപ്പോൾ പഞ്ചായത്ത് ഇപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് വണ്ടി ഇറക്കുന്നുണ്ട്. കളക്ട്രേറ്റിൽ നിന്നുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ജനങ്ങൾ ഒരു പ്രിക്കോഷൻ, ഒരു മുൻകരുതൽ ഈ കാര്യത്തിൽ എടുക്കണം. അല്ല, ഭയപ്പെടുത്തുക എന്നുള്ള കാര്യത്തിലല്ല, തരത്തിൽ ഒരു അനൗൺസ്മെൻറ്റ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഉടനെ ഇറങ്ങും. പിന്നെ ബാക്കി എല്ലാവരും സജീവമാണ്. റവന്യൂവിൻ്റെ ഉണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ജനപ്രതിനിധികളുണ്ട്, പോലീസ് വളരെ ശക്തമാണ്. DSPയുടെ നേതൃത്വത്തിൽ ഉള്ള ടീമെല്ലാം ഇവിടെ ഉണ്ട്. ഈ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് ഈ കണ്ടെയ്നറിനകത്ത് എന്താണ് എന്നുള്ളൊരു പേടിയാണ്. അതെന്താണ് എന്ന് ഇവിടെ നമ്മൾ കരയിൽ നിൽക്കുന്ന ആളുകൾക്കും അറിയാൻ വേണ്ടി സാധിക്കില്ല. കാരണം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ചരക്ക് ഗതാഗതവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ഭാരമുള്ള വസ്തുക്കളുള്ള കണ്ടെയ്നറുകളൊക്കെ താന്നു പോയിട്ടുണ്ടാവും. ഭാരമില്ലാത്ത തുണിത്തരങ്ങളോ അല്ലെങ്കിൽ ആഹാര വസ്തുക്കളോ അങ്ങനെയൊക്കെയുള്ള കണ്ടെയ്നറുകളാണ് കൂടുതലായും ഒഴുകി ഈ തിര കൊണ്ട് അടിച്ചു പൊട്ടി ചെതറിപ്പോകുന്നത് എന്നുള്ളതാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. മഴയുടെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. അവിടെ ഇപ്പോൾ മഴയ്ക്ക് സാധ്യതയുണ്ടോ? അത് ഈ ഒരു കണ്ടെയ്നർ നീക്കാനുള്ള ശ്രമത്തെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്കുണ്ടോ? അധികൃതരൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ രഘു? മഴയ്ക്ക് നല്ല സാധ്യതയുണ്ട് എന്ന് മാത്രവുമല്ല, ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കടൽ കാണാൻ വേണ്ടി സാധിക്കും. സാധാരണ നിലയിൽ ഈ പ്രദേശത്തൊക്കെ നല്ല നീല നിറവോ അല്ലെങ്കിൽ പച്ച നിറവോ തെളിഞ്ഞ കടലായിരിക്കും. ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ കടൽ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാണ് എന്ന് മാത്രവുമല്ല, നമ്മുടെ ഇവിടുത്തെ ഈ കടലിൻ്റെ ഈ ആലപ്പുഴ മുതൽ തെക്കോട്ട് കൊല്ലം ജില്ലയുടെ ഒരു ഭാഗം വരെയുള്ള സ്ഥലത്തെ ഒരു പ്രത്യേകത, ഇവിടെ അടിത്തട്ടിൽ ചെളിയാണ്. ആ കടൽ പ്രക്ഷുബ്ധമാവുമ്പോൾ ചെളി കൂടി വന്ന് കലങ്ങിയാണ് ഈ കടലിൻ്റെ നിറം മാറുന്നത്. എന്ന് മാത്രമല്ല, മത്സ്യത്തൊഴിലാളികളോട് സംസാരിക്കുമ്പോൾ ഈ നിലവിൽ ഒഴുക്കെന്ന് പറയുന്നത് തെക്ക് നിന്ന് വടക്കോട്ടാണ്. അതായത് തോട്ടപ്പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത്, ആലപ്പുഴ ജില്ലയുടെ ഞാനിപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ വടക്കോട്ട് മാറിയുള്ള പ്രദേശത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കപ്പൽ മുങ്ങിയത്. ആ ഒഴുക്ക് നിലവിൽ തെക്കോട്ടായതുകൊണ്ടാണ് ഈ വലിയഴിക്കൽ. ഇത് ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റമാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ കഴിഞ്ഞാൽ കൊല്ലം ജില്ല. അതുകൊണ്ടാണ് ഈ തെക്കു ഭാഗത്തേക്ക് ഈ കണ്ടെയ്നറുകൾ ഒഴുകി വന്നത് എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ ഒരു കണ്ടെയ്നറുകൾ അടിഞ്ഞ സ്ഥലത്തിൽ നിന്ന് വീണ്ടും തെക്കോട്ട് കണ്ടെയ്നറുകൾ പോയി അടിയാനാണ് സാധ്യത കൂടുതൽ. കാരണം അത്രമാത്രം തിരയും അത്രമാത്രം ഒഴുക്കും
തെക്ക് ഭാഗത്തേക്കാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഈ ഇനിയും തെക്കു ഭാഗത്തേക്ക് കൂടുതൽ കണ്ടെയ്നറുകൾ അടിയാനുള്ളൊരു സാധ്യത നമുക്ക് തിര കാണാം. ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ തിരയടിച്ചു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു എന്നാണ് വിശ്വാസം. എന്തായാലും തിര വന്ന് അടിച്ച കണ്ടെയ്നറിനെ നല്ല പോലെ കരയിലേക്ക് കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ കണ്ടെയ്നറുകൾ മാറ്റുക, ആ കണ്ടെയ്നർ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് വലിയ ശ്രമകരമായൊരു ജോലിയായിരിക്കും. ഈ തിര തന്നെയാണ് അതിനകത്തെ പ്രധാനപ്പെട്ട വില്ലനായിട്ട് ഇരിക്കുന്നത്. കാരണം ആ ഇപ്പോൾ കടൽ പ്രക്ഷുബ്ധമാണ്, മഴയ്ക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആലപ്പുഴ തറയിൽക്കടവ് ഭാഗത്താണ് വീണ്ടും കണ്ടെയ്നർ കണ്ടെത്തിയിട്ടുള്ളത്. അവിടുത്തെ പ്രദേശവാസികളൊക്കെ ആശങ്കയിലാണ് എന്നുള്ള കാര്യമാണ് രഘുനാഥ് നാരായണൻ റിപ്പോർട്ട് ചെയ്തത്.